നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ജർമ്മൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില നീക്കങ്ങളുണ്ട്. മാനുവൽ ന്യൂയറെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. 2024 ജർമ്മൻ ടീമിൽ നിന്ന് വിരമിച്ച ന്യൂയർ ഇതാ അവരുടെ സ്ക്വാഡിലേക്ക് എത്തുന്നു. അതേസമയം അഡയമിയെ ഒഴിവാക്കിയിരിക്കുന്നു. നിക്ലാസ് ഫുൾക്രെഗിന് ഇടമില്ല. എന്നാൽ ലിറോയ് സനെ ഇപ്പോൾ തുർക്കിഷ് ലീഗിൽ അത്ര മികച്ച ഫോമിലൊന്നുമില്ലാത്ത താരത്തെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞത് ക്ലബ്ബിൽ ഇപ്പോൾ അത്ര നല്ല ഫോമിലല്ലെങ്കിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം കളിക്കുമ്പോൾ മികച്ച പ്രകടനം നടത്തുന്നത് അതുകൊണ്ടാണ് എടുത്തത് എന്ന് പറയുന്നു. റോബർട്ട് ആൻഡ്രിച്ച് സ്ക്വാഡിലില്ല, കെവിൻ ഷെയ്ഡ് സ്ക്വാഡിലില്ല. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ജർമ്മനിയുടെ മത്സരങ്ങൾ ഗ്രൂപ്പ് ഇയിലാണ്. ജർമ്മനിയും കൊറസാവോയും ഐവറി കോസ്റ്റും ഇക്കഡോറുമാണ് ആ ഗ്രൂപ്പിലുള്ളത്. മത്സരങ്ങൾക്കുള്ള ജർമ്മനിയുടെ സ്ക്വാഡ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ഒലിവർ ബൗമാൻ, മാനുവൽ ന്യൂയർ, അലക്സാണ്ടർ ന്യൂബൽ എന്നിവരാണ്. ഇനി ഡിഫൻസിലേക്ക് വാൽമർ ആൻറ്റൺ, നഥാനിയൽ ബ്രൗണ്, ഡേവിഡ് റാവ്, ആൻറ്റോണിയോ റൂഡിഗർ, നിക്കോ ഷോൾട്ടർബെക്ക്, ജൊനാഥൻ താ, മലിക് ടിയാവ് എന്നിവരുണ്ട്. മിഡ്ഫീൽഡർമാരായിട്ട് പാസ്കൽ ഗ്രോസ്, ജോഷുവ കിമ്മിച്ച്, ഫെലിക്സ് എൻമേച്ച, അലക്സാണ്ടർ പൗലോവിച്ച്, ഏഞ്ചലോ സ്റ്റില്ലർ, നദീം അമീരി, ലിയോൺ ഗോഡറ്റ്സ്ക എന്നിവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുന്നേറ്റ നിരയിൽ കായ് ഹവേർട്സ്, ലെനറ്റ് കാല്, ജമാൽ മുസിയാല, ഫ്ലോറിയൻ വേർട്സ്, മാക്സിമിലിയൻ ബേഡ്, ജെയ്മി ലെവലിംഗ്, ലിറോയ് സനെ, ഡെനിസ് യുണ്ടാവ്, നിക് വോൾമെയ്ഡ് എന്നിവരെയാണ് ഇപ്പോൾ കോച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നീക്കങ്ങൾ എന്ന് തന്നെ പറയണം. പക്ഷേ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തനിക്ക് ഈ ഒരു വേൾഡ് കപ്പ് നേടണം, അതാണ് തൻ്റെ ലക്ഷ്യം. അദ്ദേഹം പറയുന്നു, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുള്ളതാണ്. റിപ്പീറ്റഡ്ലി ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്നു, ഞങ്ങൾക്ക് ഇത്തവണ വേൾഡ് ചാമ്പ്യന്മാരാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേണം എന്നുള്ളതും അത് ചെയ്ത് കാണിക്കണം എന്ന് പറയും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ പ്ലെയേഴ്സിനും അവരുടെ ഡ്യൂട്ടി ഉണ്ട്, കളിക്കളത്തിൽ അവരത് ചെയ്ത് കാണിക്കേണ്ടതുണ്ടെന്ന് തന്നെ കോച്ച് പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും ഗോൾ കീപ്പറായിട്ട് നമ്പർ 1 ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂയറെ തന്നെയായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുകൂടി കോച്ച് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. യെസ്, ഐ ആം പ്ലാനിങ് വിത്ത് മാനു ആസ് നമ്പർ 1. ഇപ്പം ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോച്ചിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ 3 മികച്ച ഗോൾ കീപ്പേഴ്സിനെ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്ത തീരുമാനം അലക്സ്, ഒലി, മാനു, ഇവരാണ് ഇപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 3 ഗോൾ കീപ്പർമാർ, 3 ബെസ്റ്റ് ഗോൾ കീപ്പർമാരെ എടുക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാനുവുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അദ്ദേഹം ദേശീയ ടീമിന് വേണ്ടി വീണ്ടും കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും അറിയാം എന്ത് തരത്തിലൊരു ഔറയാണ് മാനുവലിനുള്ളത് എന്നുള്ളത്, അദ്ദേഹത്തിന് ടീമിലേക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആണ്, ഇനിയൊരു ടൂർണമെൻറ്റ് കൂടി കളിക്കാൻ അദ്ദേഹം റെഡിയുമാണെന്ന് പറഞ്ഞു. സോ അദ്ദേഹത്തെ നമ്പർ 1 ആയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കൊരു വേൾഡ് ക്ലാസ് ബി ഓപ്ഷൻ ഉണ്ട്, അത് ഒലി ബൗമനാണ്. ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൈറ്റ് ആയിട്ടുള്ള തീരുമാനമാണ് എന്നുകൂടി കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.